അപ്പം ഇന്നത്തെ പരിപാടി ഇടയ്ക്കിലൊക്കെ ഒന്ന് താഴെ ഇറങ്ങി വരുമ്പോൾ ഇവന്മാർക്കൊരു പണി കൊടുക്കാൻ വേണ്ടി ഞാൻ ഒരു കാട്ടുള്ളി തൈലോട്ട് വന്നത്. ഇവന്മാരെ കൊണ്ട് നമുക്കൊന്ന് വലിപ്പിച്ച് നോക്കാം. ചേർത്തി പിടിച്ച് വലിക്കടാ, ചേർത്തി പിടിച്ച് വലി ഒറ്റ ചേർത്തി വലി. അവിടെ നിന്ന് ഞങ്ങൾ താഴോട്ട് ഇറങ്ങിയപ്പോഴേക്കും താഴെയുള്ള കടകളെല്ലാം പതിയെ പതിയെ ഓപ്പൺ. അവിടെ നിന്ന് വണ്ടി എടുത്ത് ഞങ്ങൾ അവിടുത്തെ ഒരു പ്രധാന വ്യൂ പോയിന്റ് പോയപ്പോൾ ആ വ്യൂ പോയിന്റ് ഞങ്ങൾ മാത്രം. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് സൂചിപ്പാറ വെള്ളച്ചാട്ടം കാണാനായിട്ട്. പോണ വഴി കാണുന്ന സകല തേയിലത്തോട്ടത്തിലും വണ്ടി നിർത്തി ഫോട്ടോയും മറ്റും. ഞങ്ങൾ തോട്ടത്തിന്റെ വ്യൂ തന്നെ നിൽക്കണം മരമായിരുന്നു. ഞങ്ങൾ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ എൻട്രൻസ് എത്തി. അകത്ത് കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 150 രൂപയാണ് വരും. ഈ കാണുന്ന കാട്ടിൽ കൂടെ 2 കിലോമീറ്റർ നടന്നിട്ട് വേണം സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൽ. അങ്ങനെ ഞങ്ങൾ നടന്ന് കതച്ച് ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തി. അത് ചാടിക്കുന്നത് ഒരുമാതിരി ഇന്ത്യ ടീമിന് വേൾഡ് കപ്പ് കിട്ടി സന്തോഷമായിരുന്നു. നല്ല വഴുക്കലുള്ളത് കൊണ്ട് തന്നെ അപ്പുറത്ത് കിടക്കാൻ വേണ്ടി കയറെല്ലാം കെട്ടി വെച്ചിട്ടുണ്ട്. ഇറക്കം സുഖമായിരുന്നെങ്കിലും കയറിപ്പോ ഞങ്ങൾ ശരിക്കും ഇപ്പോഴാണ് മനസ്സിലായത് ഈ പോണ വഴിയിൽ എന്തിനാ വെള്ളം വെച്ചിരിക്കുന്നത്. 2-3 എണ്ണക്കടിയും കഴിച്ച് ഇടന്നിന് നേരെ ചൂരൽമലയിലോട്ട്. വരുന്ന ആൾക്കാര് എല്ലാരും അല്ല, നിങ്ങളിപ്പോ പറഞ്ഞ ചിലവര് വന്നിട്ട് പറ്റാത്ത ഏരിയയിലേക്ക് പോയി പുഴയിലൊക്കെ ഇറങ്ങി വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും കിട്ടാത്ത ആൾക്കാരുണ്ട്, കിട്ടാത്ത ആൾക്കാരുണ്ട്. അപ്പൊ അത് അവര് ഫോക്കസ് ചെയ്യുമ്പോ അവര് നേരെ കളക്ടർക്ക് വിളിക്കും. അപ്പൊ കളക്ടറെ വിളിക്കുമ്പോ ഇവര് വിളിക്കും ഇവിടുന്ന്, എന്തിനാണ് നിങ്ങൾക്ക് അലോട്ട് കൊടുത്ത് നിങ്ങൾ ആരോട് നിങ്ങൾ എന്തിനാ നിർത്തിയിലേക്ക് ചോദിക്കും. അതൊക്കെ തന്നെയാണ് അതിന് പ്രശ്നം. അതുകൊണ്ട് ഫുൾ ടൈം പോലീസ് ഉണ്ടാവും അല്ലേ? ഫുൾ ടൈം പോലീസ് ഉണ്ട്. നിങ്ങൾ പറഞ്ഞത് ഇപ്പൊ നിങ്ങളെ നമ്മൾ ഒന്നും കുറ്റം പറയല്ല. എൻഗേജ് ഇപ്പൊ നിങ്ങൾ 4 ആള് വരുമ്പോ 4 സ്വഭാവക്കാരായിരിക്കും. എടാ 4 ദേശം അങ്ങോട്ട് ഇറങ്ങട്ടെന്ന് പറയും. ഇറങ്ങുന്നതായിരിക്കും ചിലപ്പോ ഫോക്കസ് ചെയ്യുക. അതൊക്കെ തന്നെ നിങ്ങളൊരു കൂട്ടുകാരന്റെ വീട്ടിൽ പോകുന്നതും ഒരു മരണ വീട്ടിലേക്ക് പോകുന്നതും 2 ഇതിന്റെ അകത്തേക്ക് കഴിയുമ്പോൾ തന്നെ ഒരു ഫ്ലെക്സി അവിടെ വെച്ചിട്ടുണ്ട്. പല വീടുകളിലും നമുക്ക് അന്നത്തെ ആ ചേറും മണ്ണും എല്ലാം എപ്പോഴും കാണാനായിട്ട് പറ്റും. ഇതാണ് ഇന്ത്യൻ ആർമി ഒരു രാത്രി കൊണ്ട് കെട്ടിയ ആ പാലം. ഓരോരുത്തർ ആഗ്രഹിച്ച് കിട്ടിയ പല വീടുകളും ഇപ്പോഴും ആ മണ്ണിനടിയിൽ തന്നെയാണ്. ഈ കാണുന്നതാണ് ചൂരൽമല സ്കൂൾ. ഇപ്പോഴും പൂർണ്ണമായും അത് മണ്ണിനടിയിൽ തന്നെയാണ്. ഒരുപാട് ആൾക്കാരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉറങ്ങുന്ന ഈ മണ്ണ് വിട്ട് ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് നടന്നു. അന്ന് നടന്ന സംഭവത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണെന്നറിയില്ല, ഇപ്പോഴും ഒരു ഹിറ്റാച്ചി അവിടെ നമുക്ക് കണ്ടിട്ട്. വയനാടിനോട് യാത്രയും പറഞ്ഞ് ഞങ്ങളങ്ങനെ ചോരറങ്ങാനായിട്ട് താഴെ. ചുരം പിന്നെ അറിയാലോ, എപ്പോഴത്തെയും പോലെ തന്നെ ഇന്നും നല്ല ബ്ലോക്കാർ. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ നടന്ന യാത്രയാണെങ്കിലും അത് തന്ന ഓർമ്മകളൊന്നും ചെറുതായിരുന്നു. പുതിയ പുതിയ യാത്രകൾ തേടി ഞങ്ങളങ്ങനെ നാട്ടിലോട്ട്.